ഗൈസ്, വെൽക്കം ടു MS സൊല്യൂഷൻ. ഇനി എന്തിന് വേറെ സൊല്യൂഷൻ. യെസ്, അപ്പോൾ നമ്മൾ 5ാം ചാപ്റ്ററിൽ 2 മാർക്കിന് നിർബന്ധമായിട്ടും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ഒരു ചോദ്യം തന്നെയായിരിക്കും ബ്ലഡ് ഗ്രൂപ്പിന്റെ ഭാഗം. സാറേ, ആ ബ്ലഡ് ഗ്രൂപ്പിന്റെ ഭാഗം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരുമോ? എൻ്റെ മക്കൾ ഒരു 5 മിനിറ്റ് 6 മിനിറ്റ് എനിക്ക് തന്നാൽ മതി, ഞാനത് ക്രിസ്റ്റൽ ക്ലിയർ ആയി പഠിപ്പിച്ചു തരാം. നേരെ നോക്കിക്കോട്ടെ. ബ്ലഡ് ഗ്രൂപ്പിന് നോക്കുന്ന സമയത്ത് നമ്മൾ നോക്കേണ്ടത്, നമുക്ക് പ്രധാനമായിട്ടും 4 ബ്ലഡ് ഗ്രൂപ്പാണ് പഠിക്കേണ്ടത്. AB O 4 ബ്ലഡ് ഗ്രൂപ്പ്. ഇനി എൻ്റെ മക്കൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളെ എല്ലാവരുടെയും രക്തഗ്രൂപ്പിൽ ആൻറ്റിജനും ഉണ്ടാകും, ആൻറ്റിബോഡി ഉണ്ടാവും. ആൻറ്റിജനും ഉണ്ടാവും, ആൻറ്റിബോഡി ഉണ്ടാവും. ആൻറ്റിജൻ ഉണ്ടാവും, ആൻറ്റിബോഡി ഉണ്ടാവും. ശ്രദ്ധിക്കാം. അപ്പോൾ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരൊറ്റ കാര്യം ഇതാണ്. രക്തഗ്രൂപ്പ് A ആയിക്കഴിഞ്ഞാൽ ആ രക്തഗ്രൂപ്പിൻ്റെ ആൻറ്റിജൻ ഏതായിരിക്കുന്നോ? A ആയിരിക്കും. അപ്പോൾ രക്തഗ്രൂപ്പ് B ആയാലോ? B ആയിരിക്കും. രക്തഗ്രൂപ്പ് AB ആയാലോ? A ഉണ്ടാവും, B ഉണ്ടാവും. അതായത് 2 ആൻറ്റിജനാണുള്ളത്, Aയും B ഉള്ളത്. പിന്നെ രക്തഗ്രൂപ്പ് O ആയാലോ? അതിലെന്തില്ല? ആൻറ്റിജൻ ഇല്ല. അപ്പം നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഒരു രക്തഗ്രൂപ്പിനെ, നമ്മുടെയൊക്കെ രക്തഗ്രൂപ്പിനെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ആൻറ്റിജനാണ്. ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ തരാം, ആൻറ്റിജൻ A ഉള്ള രക്തഗ്രൂപ്പ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവണം അത് ഏത് രക്തഗ്രൂപ്പാ? A ഗ്രൂപ്പാണ്. അതായത് A ഗ്രൂപ്പ് നിർണ്ണയിക്കുന്നത് ശരിക്കും ആരാണ്? ആൻറ്റിജൻ ആണ്. അത് മനസ്സിലാക്കുക. ആൻറ്റിജൻ A ആണെങ്കിൽ രക്തഗ്രൂപ്പ് A, ആൻറ്റിജൻ B ആണെങ്കിൽ രക്തഗ്രൂപ്പ് B, ആൻറ്റിജൻ AB ആണെങ്കിൽ രക്തഗ്രൂപ്പ് AB. ഇനി ആൻറ്റിജൻ ഇല്ലാത്ത ഗ്രൂപ്പാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവണം അത് ഏത് ഗ്രൂപ്പാ? O ഗ്രൂപ്പാണെന്ന് മനസ്സിലാക്കാം. ഇനി അടുത്തതാണ്, ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ആൻറ്റിജൻ ഉണ്ടാവും, ആൻറ്റിബോഡി ഉണ്ടാവും. ഞാൻ പറഞ്ഞില്ലേ ബ്ലഡിൽ. ഇനി ആൻറ്റിജൻ A ആണെങ്കിൽ ആൻറ്റിബോഡി ഏതായിരിക്കുന്നു? B ആയിരിക്കും. അതായത് ആൻറ്റിജൻ A ആണെങ്കിൽ എൻ്റെ മക്കൾ ശ്രദ്ധിക്കേ, ആൻറ്റിബോഡി B ആയിരിക്കും. അത് നമ്മൾ സ്മോൾ ലെറ്ററിലാണ് അടയാളപ്പെടുത്തുക. ആൻറ്റിബോഡി എന്ന് മനസ്സിലാവാനാ? അല്ല സാറേ, അപ്പോൾ ആൻറ്റിജനും ആൻറ്റിബോഡി സെയിം ആയാൽ എന്താ പ്രശ്നം? അങ്ങനെ ചോദ്യം പ്രതീക്ഷിക്കാം. അതായത് ഇപ്പോൾ ഒരാളെ ആൻറ്റിജനും A ആണ്, ആൻറ്റിബോഡി A ആകൂല, ആയാൽ എന്താ പ്രശ്നം ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് രണ്ടും A ആയിക്കഴിഞ്ഞാൽ എന്താ പ്രശ്നം വെച്ചാൽ അത് രണ്ടും കമ്പൈൻ ചെയ്യും, കൂടി ചേർന്ന് രക്തം കട്ട പിടിക്കും, ബ്ലഡ് ക്ലോട്ടിങ് നടന്ന് അയാൾ സ്പോട്ടിൽ ഡെഡ് ആവും, തട്ടിപ്പോവും. അതുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ ആൻറ്റിജൻ A ആണെങ്കിൽ ആൻറ്റിബോഡി ഏതാ വരുന്നത്? B വരുന്നത്. അപ്പം ഞാൻ എൻ്റെ മക്കൾ പറ B ആണെങ്കിൽ അവിടെ ഏത് കാരണം ആൻറ്റിബോഡി? A. ഇനി എൻ്റെ മക്കൾ ഇവിടെ AB ഉണ്ട്, A ഉണ്ട്, B ഉണ്ട്. അപ്പം ആൻറ്റിബോഡി ഇവിടെ A വരാൻ പറ്റുമോ? ഇല്ല. B വരാൻ പറ്റുമോ? ഇല്ല. അപ്പം ആൻറ്റിബോഡി ഇല്ല. എവിടെ? AB ബ്ലഡ് ഗ്രൂപ്പിൽ ആൻറ്റിബോഡി ഇല്ല. ഇനി O ഗ്രൂപ്പിന്റെ കാര്യം ഇവിടെ ആരെങ്കിലും ബ്ലഡ് ക്ലോട്ട് ആവാൻ ഓലയിലുണ്ടോ? ഇല്ല. അപ്പം അതിൽ ആൻറ്റിബോഡി ഏതാ? A ഉണ്ടാവും, B ഉണ്ടാവും. ഇത് എൻ്റെ മക്കൾ പഠിക്കണം. ഈ ബോക്സ് പഠിച്ചാൽ 2 മാർക്ക് ഷുവറാ. കിട്ടിയോ? അപ്പോൾ രക്തഗ്രൂപ്പിനെ കൺട്രോൾ ചെയ്യുന്നത് ആരാ? എൻ്റെ മക്കൾ കിട്ടിയല്ലോ. അപ്പോൾ ഒരു ആൻറ്റിജൻ ഏതാണോ അതെന്നായിരിക്കും എന്ത്? ബ്ലഡ് ഗ്രൂപ്പും. ആൻറ്റിജൻ B ആണെങ്കിൽ ബ്ലഡ് ഗ്രൂപ്പ് B, ആൻറ്റിജൻ AB ആണെങ്കിൽ ബ്ലഡ് ഗ്രൂപ്പ് AB, ആൻറ്റിജൻ ഇല്ലാത്ത ഗ്രൂപ്പ് O ഗ്രൂപ്പ്. ഇനി ആൻറ്റിജനും ആൻറ്റിബോഡി എന്താവില്ല? സെയിം ആവില്ല. സെയിം ആയി കഴിഞ്ഞാൽ പ്രശ്നം ഞാൻ പറഞ്ഞില്ലേ. ഇനി എൻ്റെ മക്കൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെയായിരിക്കും. ഇനിയൊരു സാധനം, സാറേ അപ്പോൾ ഈ പോസിറ്റീവ് നെഗറ്റീവ് എന്താ? ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ ഇനി വേറെ ഒരു 1 മാർക്ക് ചോദിക്കുന്ന സാധനം എന്താണെന്നോ? ഞാൻ പറഞ്ഞു രക്തത്തിൽ ആൻറ്റിജൻ ഉണ്ട്, ആൻറ്റിബോഡി ഉണ്ട് എന്ന് പറയില്ലേ. ആൻറ്റിജൻ എവിടെ കാണാം? ആൻറ്റിജൻ RBCയിലെ കാണാം, ചുവന്ന രക്തകോശത്തിൽ. ആൻറ്റിബോഡി എവിടെ കാണാം? പ്ലാസ്മയിലെ കാണാം. രക്തത്തിലുള്ള ഘടകമാണല്ലോ പ്ലാസ്മയും എന്ത്? RBCയും. അപ്പൊ RBCയിലാണ് എന്ത് കാണുക? ആൻറ്റിജൻ കാണുക. പിന്നെ പ്ലാസ്മയിലാണ് എന്ത് കാണുക? ആൻറ്റിബോഡി കാണുക. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ശ്രദ്ധിക്ക്. ഇപ്പോൾ ഇനി പോസിറ്റീവ് നെഗറ്റീവ് എന്താ പറഞ്ഞുതരാം. ഇത് ഒരാളെ RBCയാ, ചുവന്ന രക്തകോശം കേട്ടോ, ചുവന്ന രക്തകോശം. അതിൻ്റെ ഈ സെൽ മെമ്പറൈൻ ഉണ്ടല്ലോ, സെൽ മെമ്പറൈൻ്റെ കോശസ്തരം, ഇതിനെ പൊതിഞ്ഞിട്ടുള്ള സെൽ മെമ്പറൈൻ, അതിലാണ് ആൻറ്റിജൻ കാണുക. ഒരാളുടെ ഇവിടെ ആൻറ്റിജൻ A ആണെങ്കിൽ ഇത് ഏത് രക്തഗ്രൂപ്പാ? RBCയിൽ ആൻറ്റിജൻ A ആണെങ്കിൽ ഏത് രക്തഗ്രൂപ്പാ? A ഗ്രൂപ്പാ. എന്നാൽ ഈ Aക്ക് പുറമെ അവിടെ ആൻറ്റിജൻ D ഉണ്ടെങ്കിൽ, D അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് RH ഫാക്ടർ, RH ഘടകം എന്ന് പറയും. ഈ ആൻറ്റിജൻ D അല്ലെങ്കിൽ RH ഫാക്ടർ ഉണ്ടെങ്കിൽ അത് ഏത് ഗ്രൂപ്പാടാ? പോസിറ്റീവ് ഗ്രൂപ്പാ. എന്താണ് പോസിറ്റീവ്? എന്നാൽ RH ഫാക്ടർ ഇല്ലെങ്കിലോ? അത് നെഗറ്റീവും. ഒരാളെ ആൻറ്റിജനില് D ആൻറ്റിജനോ അല്ലെങ്കിൽ RH ഫാക്ടർ ഉണ്ട് എന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവണം അതെന്താണ്? പോസിറ്റീവാണ്. എന്നാൽ അതില്ലെങ്കിലോ? നെഗറ്റീവാണ്. ഞാനൊരു എക്സാമ്പിൾ കുറച്ച് തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ A പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ്, B പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ്, AB നെഗറ്റീവ്, O പോസിറ്റീവ്, O നെഗറ്റീവ്. ഈ ബ്ലഡ് ഗ്രൂപ്പ് എടുക്കാം. ഇതിൽ ആൻറ്റിജനും ആൻറ്റിബോഡി നമുക്ക് എഴുതി വെക്കാം. എന്താണ്?
ആൻറ്റിജൻ ആൻറ്റിബോഡി കേട്ടോ. ഇതെൻ്റെ മക്കളെന്ന് പറയാം ആൻറ്റിബോഡി. ഇപ്പം എ പോസിറ്റീവ് ആണെങ്കിൽ എൻ്റെ മക്കൾ ശ്രദ്ധിക്കുക, എ പോസിറ്റീവ് ആണെങ്കിൽ ഒന്നും നോക്കണ്ട, ശ്രദ്ധിക്കുക. ആദ്യം ഈ പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ നെഗ്ലക്ട് ചെയ്യുക, ഒന്നും വേണ്ട. ആദ്യം എൻ്റെ ആൻറ്റിജൻ ഏതാ ഇതിൽ നോക്കടാ. എൻ്റെ ആൻറ്റിജൻ എ എന്ന് എഴുതിയിട്ടോ. എൻ്റെ ആൻറ്റിജൻ സാറേ എ ആണ്, പക്ഷെ ഇവിടെ പോസിറ്റീവ് അല്ലേ. അപ്പോൾ എന്താവുക, അവിടെ ആരും കൂടി കൊടുക്കുക, ഡി എന്ന് കൊടുക്കുക. പോസിറ്റീവ് ആവുമ്പോൾ അവിടെ ആൻറ്റിജൻ ആരും കൂടി ഉണ്ടാവും മക്കളെ, ഡി ഉണ്ടാവും. ഇനി ആൻറ്റിബോഡി ഏതാ, ബി ആണ്, കുഴപ്പമില്ല. ഇനി ബി പോസിറ്റീവിൻ്റെതോ, ബി പോസിറ്റീവ് നിൽക്കുക. ആദ്യം ബീൻ്റെ ഏതാ ആൻറ്റിജൻ ബി ആണ്, പോസിറ്റീവ് ആയതുകൊണ്ട് അവിടെ ആരും കൂടി എഴുതി കൊടുക്കുക, ഡീനെ എഴുതി കൊടുക്കുക. അപ്പോൾ ആൻറ്റിബോഡി ഏതാ വരിക, എ ആണ് വരിക. ഇനി എ ബി നെഗറ്റീവ് എൻ്റെ മക്കൾ എന്ന് പറഞ്ഞാണ്. എ ബി നെഗറ്റീവ് എങ്ങനെ വരിക, ആദ്യം എ ബി നെഗറ്റീവ് പോട്ടെ, ആദ്യം എ ബിൻ്റെ എഴുതാം. എയും ഉണ്ട് ബിയും ഉണ്ട്. ഇവിടെ നെഗറ്റീവ് ആയതുകൊണ്ട് ആൻറ്റിജൻ ഡി ഉണ്ടാവുമോ, ഇല്ല, അവിടെ ഡി എഴുതാൻ പറ്റൂല. ആൻറ്റിജൻ ഡി അല്ലെങ്കിൽ ഇവിടെ ആർച്ച് ഫാക്ടർ എന്ന് എഴുതട്ടോ നിങ്ങൾക്ക്. അത് ഉണ്ടെങ്കിലാണ് പോസിറ്റീവ്, ഇല്ലെങ്കിൽ എന്താണ്, നെഗറ്റീവ് ആണ്. ഓക്കെ, അപ്പോൾ അതിൽ ആൻറ്റിബോഡി ഇല്ല, ആൻറ്റിബോഡി എ ബിക്ക് ഇല്ലല്ലോ. ഇനി ഓ പോസിറ്റീവ്, ഇത് ചോദിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. എൻ്റെ മനസ്സ് പറയുന്നുണ്ട് ഓ പോസിറ്റീവും ഓ നെഗറ്റീവിൻ്റെ ആൻറ്റിജനും ആൻറ്റിബോഡിയും. ഓ പോസിറ്റീവ് ആണ് എടാ, ഓ എന്ന് പറഞ്ഞ സമയത്ത് അതിൽ എന്തില്ല, ആൻറ്റിജൻ ഇല്ലല്ലോ സാറേ. പിന്നെ ഇവിടെ എങ്ങനെ എഴുതുക, ഇല്ലാന്ന് എഴുതണ്ടേ, അല്ല, അവിടെ എന്ത് കൊടുക്കണമെന്നോ, പോസിറ്റീവ് ആയതുകൊണ്ട് അവിടെ ആരുണ്ടെന്നോ, ആൻറ്റിജൻ ഡി. ഇതൊരു നല്ല ചോദ്യം മക്കളെ. ആൻറ്റിജൻ ഡി അവിടെ ഉണ്ടാവും. അപ്പോൾ അവിടുത്തെ ആൻറ്റിബോഡി ഏതാ, എയും ബിയും, അതിൽ മാറ്റല്ല. നീ ഓ നെഗറ്റീവിൻ്റെതോ, ഓ നെഗറ്റീവ് പറയുമ്പോൾ ആൻറ്റിജൻ ഡി ഉണ്ടോ, അപ്പോൾ ഇവിടെ എന്താ, നിൽ ഇല്ല, നിൽ അല്ലെങ്കിൽ ഇല്ല. ആൻറ്റിബോഡി ഏതാ, എയും ബിയും. ഇതാണ് എൻ്റെ മക്കൾ നോക്കേണ്ടത്. അപ്പോൾ ഈ ബോക്സ് എൻ്റെ മക്കൾ പഠിച്ചു കഴിഞ്ഞാൽ 2 മാർക്ക് കിട്ടും. പോസിറ്റീവ് ആണെങ്കിൽ ഇതിൻ്റെ കൂട്ടൊക്കെ ആൻറ്റിജൻ്റെ കൂടെ എന്ത് കൊടുക്കുക, ഡി ആൻറ്റിജന് കൊടുക്കാം. ഇനി അടുത്ത ലാസ്റ്റത്തെ ഭാഗമാണ്. അല്ല സാറേ, അപ്പോൾ ഓരോരുത്തർക്ക് എ രക്തഗ്രൂപ്പിന് ആർക്കൊക്കെ രക്തത്തെ കൊടുക്കാൻ പറ്റൂ? എൻ്റെ മക്കൾ ശ്രദ്ധിക്കുക, എ രക്തഗ്രൂപ്പുകാരന് ബ്ലഡ് കൊടുക്കാൻ പറ്റുന്നത് എക്കും എ ബിക്കും ആണ്. ബി രക്തഗ്രൂപ്പുകാരന് രക്തം കൊടുക്കാൻ പറ്റുന്നത് ബിക്കും എ ബിക്കും ആണ്. എ ബി രക്തഗ്രൂപ്പുകാരന് രക്തം കൊടുക്കാൻ പറ്റുന്നത് എ ബി ഗ്രൂപ്പിന് മാത്രം. ഓ രക്തഗ്രൂപ്പിന് രക്തം കൊടുക്കാൻ പറ്റുന്നത് എക്ക് കൊടുക്കുക, ബിക്ക് കൊടുക്കുക, എ ബിക്ക് കൊടുക്കുക, ഓക്ക് കൊടുക്കാം. ഇതെൻ്റെ മക്കളൊന്ന് പഠിച്ചു വെക്കുക. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തച്ചാൽ മതി. എ രക്തഗ്രൂപ്പ് ആണെങ്കിൽ എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്ന ആരതിൽ എ ബി ഉണ്ട്. എന്നാൽ എല്ലാവർക്കും എല്ലാ ബ്ലഡ് ഗ്രൂപ്പിനും കൊടുക്കാൻ പറ്റുന്നത് ഏത് ഗ്രൂപ്പാ, ഓ ഗ്രൂപ്പാ. കണ്ടോ, എക്ക് എ ബിക്ക്. ഇനി എ ബി കാരനോ ആർക്കേ കൊടുക്കുള്ളൂ, എ ബി കൊടുക്കുള്ളൂ. ഇനി എ കാരനോ എക്ക് കൊടുക്കുക, എ ബി കൊടുക്കുക, ബി കാരനോ ബി കൊടുക്കുക, എ ബി കൊടുക്കുക. ഇത് എങ്ങനെ വന്നത് എന്നുള്ള റൂൾസ് ഒക്കെ ഉണ്ട്. ആ റൂൾസ് പറഞ്ഞ സമയത്ത് എൻ്റെ മക്കൾക്ക് കൺഫ്യൂഷൻ ആവും. നിങ്ങൾക്കിത് പഠിക്കാൻ കഴിയുമെങ്കിൽ ഇത് പഠിച്ചാൽ മതി. ഇതെങ്ങനെ വന്നത് എന്നുള്ള റൂൾ ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഇതിലുള്ള റൂൾ എന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ മക്കൾ മനസ്സിലാക്കണം. കൊടുക്കുന്ന ആളെ ആൻറ്റിജനും, ആ റൂൾ എൻ്റെ മക്കൾ എഴുതി വെച്ചട്ടോ, കൊടുക്കുന്ന ആളെ ആൻറ്റിജനും സ്വീകരിക്കുന്ന റിസീവറെ ആൻറ്റിബോഡിയും സെയിം ആവരുത്. എങ്ങനെ, കൊടുക്കുന്ന ആളെ ആൻറ്റിജനും സ്വീകരിക്കുന്ന ആളെ ആൻറ്റിബോഡിയും സെയിം ആവരുത്. മനസ്സിലായിട്ടുണ്ടാവില്ല. ഞാൻ പറയുന്ന എക്സാമ്പിൾ പറയാം. എ രക്തഗ്രൂപ്പുകാരൻ ആർക്കൊക്കെ കൊടുക്കാൻ പറ്റും, നമ്മൾ പറഞ്ഞു എക്ക് കൊടുക്കുക, എ ബി കൊടുക്കാന്നല്ലേ. എന്നാൽ ഒരാൾ എക്ക് കൊടുത്തു നോക്കി, പറ്റുമോ നോക്കല്ലേ നമുക്ക്. ഇവിടെ കൊടുക്കുന്നത് ആരാ, കൊടുക്കുന്നത് നമ്മളെ റൂള് പറഞ്ഞ കൊടുക്കുന്ന ആളെ ആൻറ്റിജൻ, കൊടുക്കുന്ന ആൾ എന്റെ ആൻറ്റിജൻ ഏതാ, എ ആണ് സാറേ. സ്വീകരിക്കുന്ന ആളെ ആന്റിബോഡി, ഇവിടെ സ്വീകരിച്ചത് ആരാ, എ രക്തഗ്രൂപ്പാ. എന്റെ ആന്റിബോഡി ഏതാ, എന്റെ ആന്റിബോഡി ഏതാ, പെട്ടി പഠിക്കണം ഞാൻ പറഞ്ഞതാ. എന്റെ ആന്റിബോഡി ഏതാ, ബി. അപ്പൊ ഇവിടെ എന്തായി, ആന്റിബോഡി നമ്മൾ ബി എന്ന് കൊടുത്തു. ഇത് രണ്ടും സെയിം ആണോ, അല്ല. അതുകൊണ്ട് ഇതെന്താവും, രക്തം കൊടുക്കാൻ പറ്റും. കൊടുക്കുന്ന ആളെ ആന്റിജനും സ്വീകരിക്കുന്ന ആളെ ആന്റിബോഡി സെയിം ആവരുത്. അങ്ങനെ സെയിം ആയാൽ രക്തം കൊടുക്കാൻ പറ്റൂല. അതിന് എക്സാമ്പിൾ നോക്കിട്ടോ. ഇതാ ഒരു എ രക്തഗ്രൂപ്പുകാരൻ ബിക്ക് കൊടുത്തു. അവിടെ പ്രശ്നം നോക്കിട്ടോ. നമ്മളെ റൂൾ എന്താ, കൊടുക്കുന്ന ആളെ ആന്റിജനും, എല്ലാം എൻ്റെ മക്കൾ ചെയ്ത് നോക്കണം കേട്ടോ. കൊടുക്കുന്ന ആളെ ആന്റിജനും സ്വീകരിക്കുന്ന ആളെ ആന്റിബോഡി സെയിം ആവരുത്. ഇപ്പൊ കൊടുത്തതാരാ, എ രക്തഗ്രൂപ്പുകാരനാ. അവൻ കൊടുത്ത സമയത്ത് ഓൻ്റെ ആന്റിജൻ ഏതാ, എ ആന്റിജൻ അല്ലേ, എ ഗ്രൂപ്പിന്റെ ആന്റിജൻ എ അല്ലേ. സ്വീകരിച്ച ബിന്റെ ആന്റിജൻ അല്ലേ നോക്കണ്ടേ, ആന്റിബോഡിയാ. സ്വീകരിക്കുന്ന ആൾ ആന്റിബോഡി, ബിന്റെ ആന്റിബോഡി ഏതാടാ, ബിന്റെ ആന്റിബോഡി എ അല്ലേ. എടാ ഈ എയും സെയിം ആയില്ലേ. അതപ്പം എന്താവില്ല, ഇത് രക്തം കൊടുക്കാൻ പറ്റില്ല. കാരണം അത് രണ്ടും കമ്പൈൻ ചെയ്തിട്ട് എന്താവും, ബ്ലഡ് ക്ലോട്ട് ആവും. ഇനി എ രക്തഗ്രൂപ്പുകാരൻ എ ബിക്കൊന്ന് കൊടുത്തുന്ന് കൂട്ട്. നമ്മളെ റൂൾ എന്താ,
കൊടുക്കുന്ന ആളെ ആന്റിജൻ, കൊടുത്തത് ഇവിടെ എ ആണ്, അപ്പൊ എന്റെ ആന്റിജൻ എ ആണ്. സ്വീകരിക്കുന്ന ആളെ ആന്റിബോഡി, എ ബിക്ക് ആന്റിബോഡി ഉണ്ടോ? എ ബി രക്തഗ്രൂപ്പിന് ആന്റിബോഡി ഇല്ലാത്ത ഗ്രൂപ്പ് അല്ലേ? അപ്പൊ ഇവിടെ ആരും ബ്ലഡ് ക്ലോട്ട് ആവാനില്ല, അതുകൊണ്ട് ഇതെന്താവാൻ പറ്റും, കൊടുക്കാൻ പറ്റും. അതാണ് എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്ന ബ്ലഡ് ഗ്രൂപ്പാണ് എന്ത്, എ ബി ബ്ലഡ് ഗ്രൂപ്പ്. അതെൻ്റെ മക്കൾ മനസ്സിലാക്കണം. നമ്മൾ റൂൾ എന്താണ്, ഡോണറെ അല്ലെങ്കിൽ കൊടുക്കുന്ന ആളെ ആന്റിജനും റിസീവറെ സ്വീകരിക്കുന്ന ആളെ ആന്റിബോഡി സെയിം ആവരുത്. അതുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് സാർ ഈ ബോക്സ് വരച്ചത്. ഇതൊന്ന് എൻ്റെ മക്കളൊന്ന് ചെയ്തു നോക്ക്, അപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ കിട്ടും. ഇനി എ ബി ഗ്രൂപ്പിന്റെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ എ ബി ഗ്രൂപ്പ് നമുക്ക് ചെയ്ത് നോക്കാം. എ ബി ഗ്രൂപ്പുകാരൻ എക്ക് കൊടുക്കാൻ ശ്രമിച്ചു, ശ്രദ്ധിക്കട്ടോ. എ ബി ഗ്രൂപ്പുകാരൻ എ ബിക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്താ പ്രശ്നം? ഇതിൽ ആന്റിജൻ ഏതാ, എ ബി ഗ്രൂപ്പിന്റെ ആന്റിജൻ ഏതാ ചോദിച്ചു കഴിഞ്ഞാൽ എയും ഉണ്ട്, ഏതുണ്ട്, ബോക്സ് ബോക്സ് ബോക്സ്, എയും ഉണ്ട് ബിയും ഉണ്ട്. എ ബി ഗ്രൂപ്പിന്റെ ആന്റിജൻ എയും ഉണ്ട് ബിയും ഉണ്ട്. ഇനി സ്വീകരിച്ച ആൾ എ അല്ലേ, അതിന്റെ ആന്റിബോഡി ഏതാ നോക്കുക. ഇതിന്റെ സ്വീകരിച്ച ആളെ ആന്റിബോഡി ഏതാ, ബി അല്ലേ. എടാ ഈ ബിയും സെയിം അല്ലേ. കൊടുക്കുന്ന ആളെ ആന്റിജൻ, കൊടുത്ത ആൾക്ക് എയും ഉണ്ട് ബിയും ഉണ്ട് ആന്റിജൻ. സ്വീകരിക്കുന്ന ആളെ ആന്റിബോഡി ഏത് സെയിം ആവരുത്. ഇപ്പൊ ഈ സ്വീകരിച്ച ബി എ അല്ലേ, എന്റെ ആന്റിബോഡി ഏതാ, ബി ആണ്. അപ്പൊ ഞാൻ പറയുന്നത് എൻ്റെ മക്കൾ മെല്ലെ 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 ഒന്ന് കേട്ടോക്കുക, അപ്പൊ അത് കത്തും. സ്വീകരിക്കുന്ന ആളെ എന്റെ ആന്റിബോഡി ബി അല്ലേ, അപ്പൊ ഈ ബിയും സെയിം അല്ലേ, അപ്പൊ അത് പറ്റൂല. ഇതേ അവസ്ഥ തന്നെയല്ലേ ബിക്ക് കൊടുത്താൽ എന്താ, ആന്റിബോഡി എ അല്ലേ, അപ്പൊ ഈ എയും സെയിം ആവൂലേ. അപ്പൊ എക്ക് കൊടുക്കാൻ പറ്റില്ല, ബിക്ക് കൊടുക്കാൻ. അപ്പൊ കൊടുക്കാൻ പറ്റുന്ന ആർക്കാ, എ ബിക്ക് മാത്രമേ എ ബിക്കാർ കൊടുക്കാൻ പറ്റുള്ളൂ. ഇതൊന്നും മനസ്സിലാവാത്ത എൻ്റെ മക്കൾ ഈ പെട്ടി ഒന്ന് പഠിച്ചു പോവാം, ഒന്ന് കാണാപാഠം പഠിച്ചു വെച്ച് പോവാം. എ രക്തഗ്രൂപ്പിന് എക്കും എ ബിക്കും, ബി ഗ്രൂപ്പുകാരന് ബിക്കും എ ബിക്കും, എ ബി ഗ്രൂപ്പുകാരന് എ ബിക്കാരന് മാത്രം, ഓ ഗ്രൂപ്പിനോ എക്കും ബിക്കും എ ബിക്കും ഓക്കും. അപ്പൊ ഇതോടുകൂടെ ബ്ലഡ് ഗ്രൂപ്പിന്റെ ഭാഗം എൻ്റെ മക്കൾ ക്ലിയർ ആയിരിക്കണം. പോസിറ്റീവ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടെ ആന്റിജൻ ഡി ഉണ്ടാവും, അല്ലെങ്കിൽ ആർച്ച് ഘടകം തരും. നെഗറ്റീവ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ആന്റിജൻ ഡി ഉണ്ടാവില്ല, ആബ്സെന്റ് ആയിരിക്കും. ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം നിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 100% കാണും. അപ്പൊ ഇത് പഠിക്കാതെ പോവല്ലേ. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട നമ്മുടെ 2ാം ചാപ്റ്റർ, 3ാം ചാപ്റ്റർ, 4ാം ചാപ്റ്റർ, 6ാം ചാപ്റ്റർ ഇന്ന് കൃത്യം 7:30 നമ്മൾ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ എൻ്റെ മക്കൾ കൃത്യമായി ലൈവിലേക്ക് വാ, നമുക്ക് അവിടെ വെച്ച് കാണാം. എല്ലാവർക്കും ഓക്കെ.